എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, അർജുൻ ശ്രീതു. ഇത് ലാലേട്ടനൊക്കെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി വരുന്ന ഒരു ടൈമാണ്. പിന്നെ എക്സ് കണ്ടസ്റ്റൻസും ഒക്കെ വരും. ആ സമയത്ത് വീണ്ടും കിച്ചണും ഒക്കെ എക്സ്ട്രാ വൃത്തിയോടെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ എല്ലാവരും അത് വിളിച്ചു പറയും, നമുക്ക് നാണക്കേടുമാവും. നമ്മളിവിടെ വൃത്തികേടാക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നില്ല എന്നൊരു കാര്യം എല്ലാവരും വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയിപ്പിക്കാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നൊന്നും അല്ല, ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ വൃത്തികേടാക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം പ്ലീസ്. ജിൻഡോ എന്തൊരു മനുഷ്യനാണല്ലേ. പുള്ളി ഈ ഒരു കാര്യം അർജുനോട് ശ്രീധുവിനോട് അവതരിപ്പിച്ച രീതി വളരെ നൈസായിട്ട് പോയി അങ്ങ് അവതരിപ്പിച്ചു. അത് ലൈവില് കാണേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. അവിടെയുള്ള 6 പേരില് ഇപ്പം ഏറ്റവും തലമൂത്ത വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരു മെച്യൂരിറ്റിയും പിന്നെ ആ ഒരു കാര്യ ഗൗരവവും ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ ടോണില്. പറഞ്ഞ കാര്യം 100 അല്ല 200% ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വൃത്തിയുടെ പേരിൽ ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരു സീസണാണ് ഇത്. അപ്പം അത് ജിൻഡോ പറഞ്ഞതിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം ആ രീതിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ജിൻഡോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കിച്ചൺ ക്ലീൻ ചെയ്യുന്നതും ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതും ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ജിൻഡോയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ടെന്ന് വെച്ചിട്ട് ഒരു അത്ഭുതവും അതിൽ പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിനകത്ത്. എല്ലാവരും ഈച്ചയടിച്ചിരിക്കുകയാണ്. ലൈവിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.